എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വറുത്തരച്ച രുചികരമായ സാമ്പാർ ഉണ്ടാക്കാം. പഴയകാല രുചിയുള്ള വറുത്തരച്ച സാമ്പാർ സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ്. മല്ലിയും മുളകും വറുത്തരച്ചുണ്ടാക്കുന്ന നാടൻ സാമ്പാർ ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും കൂടെ കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആദ്യം ഒരു ചെറിയ നാരങ്ങാ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർക്കാനിടാം. അടുത്തതായി 1 കപ്പ് സാമ്പാർ പരിപ്പ് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കുക. കൂടുതൽ വെള്ളമൊഴിച്ചാൽ പതഞ്ഞ് പുറത്തേക്ക് വരും. അതുപോലെ കുറവ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പരിപ്പ് പതഞ്ഞു വരാതിരിക്കാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വയ്ക്കുക. ആവി വന്ന ശേഷമാണ് ഞാൻ വിസിലിടാറുള്ളത്. ഇനി 3 വിസിൽ വരെ വേവിക്കുക. പരിപ്പ് നന്നായി വെന്ത് വരണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ നല്ലപോലെ തണുക്കാൻ വയ്ക്കുക. കുക്കറിലെ ആവി പോയതിന് ശേഷം തുറന്ന് പരിപ്പ് തവി കൊണ്ട് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടയ്ക്കാൻ പൊട്ടറ്റോ മാഷർ ഉപയോഗിക്കാം. ഈ പരിപ്പ് മിക്സിയിൽ അരച്ച് ഉടച്ചെടുക്കരുത്, സാമ്പാറിൻ്റെ ടെക്സ്ചർ തന്നെ മാറും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വറുത്തരച്ച സാമ്പാർ ആയതുകൊണ്ട് വറക്കാനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 സാദാ വറ്റൽമുളകും 3 എണ്ണം കാശ്മീരി വറ്റൽമുളകുമാണ്. കാശ്മീരി മുളക് ചേർക്കുന്നത് കറിക്ക് നല്ല കളർ കിട്ടാനാണ്. കൂടാതെ എരിവ് കുറവായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി വേണ്ടത് 2 സ്പൂൺ കൊത്തമല്ലിയാണ്. കായം നമ്മൾ എടുക്കുന്നത് കട്ടിക്കായമാണ്. സാമ്പാറിന് ഏറ്റവും നല്ലത് കായപ്പൊടിയേക്കാൾ കട്ടിക്കായമാണ്. കട്ടിക്കായത്തിന് മണവും ഗുണവും കൂടും. ഇനി വേണ്ടത് 1/4 സ്പൂൺ ഉലുവയാണ്. ഉലുവ കൂടിപ്പോയാൽ കയ്പ്പ് അനുഭവപ്പെടും കറിക്ക്. ഉലുവ ശരിയായ അളവിൽ ചേർത്താലേ മണവും സ്വാദും കൂടുകയുള്ളൂ. ഇതിൽ ജീരകം, കുരുമുളക്, സവാള എന്നിവയൊന്നും ചേർക്കാറില്ല. ഇനി വേണ്ടത് ഫ്രഷായി ചിരവിയെടുത്ത 1 കപ്പ് തേങ്ങയാണ്. ഇനി നമ്മൾക്കിത് വറുത്തെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടായാൽ കൊത്തമല്ലി 2 സ്പൂൺ ചേർക്കുക. കൂടെ 6 വറ്റൽമുളകും ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം വറുക്കുവാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മല്ലി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി 1 തുണ്ട് കട്ടിക്കായവും 1/4 സ്പൂൺ ഉലുവയും ചേർത്ത് മണം വരുന്നത് വരെ വറുക്കുക. നമ്മുടെ വറവിനനുസരിച്ചാണ് സാമ്പാറിൻ്റെ കളർ ഉണ്ടാവുക. നല്ലപോലെ വറുത്ത് ബ്രൗൺ നിറമാവുമ്പോൾ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1 കപ്പ് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ എല്ലാം ഒരുപോലെ വറുത്തെടുക്കാൻ പൊടിയായി ചിരവുക. അല്ലെങ്കിൽ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം വറുത്തെടുത്താൽ മതി. തേങ്ങ ചുവക്കനെ വറക്കണം. കൂടുതൽ ബ്രൗൺ ആവരുത്. ഇനി ഇത് രണ്ടും തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്ത ശേഷം ആദ്യം വറുത്ത മല്ലി, മുളക്, കായം, ഉലുവ എന്നിവ മിക്സി ജാറിലിട്ട് പൊടിക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. അതിനുശേഷം മിക്സി ജാറിലേക്ക് വറുത്ത തേങ്ങ കൂടിയിട്ട് പൊടിക്കുക. ഇവ വെള്ളമൊഴിച്ച് അരയ്ക്കരുത്, നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയിൽ നിന്നുള്ള എണ്ണ അരയ്ക്കുമ്പോൾ മസാല സ്റ്റിക്കി ടെക്സ്ചർ ആവും. ഇനി സാമ്പാറിനുള്ള പച്ചക്കറികൾ എടുത്തു വയ്ക്കാം. മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, മത്തൻ എന്നിവയാണ് നമ്മൾ ഇന്ന് സാമ്പാറിന് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ. ഒരു പച്ചക്കറി മാത്രം ഇട്ടും സാമ്പാർ വയ്ക്കാം. അല്ലെങ്കിൽ ഒന്നിലധികം പച്ചക്കറികൾ ചേർത്തും വയ്ക്കാം. വെണ്ടയ്ക്ക സാമ്പാർ, വഴുതിരിങ്ങ സാമ്പാർ, ചേമ്പ് സാമ്പാർ, ഉള്ളി സാമ്പാർ, ഉരുളക്കിഴങ്ങ് സാമ്പാർ എന്നിങ്ങനെയാവും ഒരു കഷ്ണം മാത്രം ഇടുന്ന സാമ്പാറിൻ്റെ പേര്. നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറി തിരഞ്ഞെടുക്കാം. തക്കാളി ചേർക്കാതെയാണ് സാമ്പാർ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് പുളിവെള്ളം കുറച്ച് അതിനു പകരം നാടൻ തക്കാളി ചേർക്കണമെങ്കിൽ ആവാം. പച്ചക്കറികൾ കുറച്ച് വലിയ സൈസിലാണ് മുറിക്കുന്നത്. ഓരോ കറിക്കും മുറിക്കുന്ന കഷ്ണങ്ങളുടെ ഷേപ്പ് വ്യത്യാസമാണ്. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് കട്ടിയുള്ള ഒരു ഉരുളി വയ്ക്കാം. ഉരുളിയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോൾ കഷ്ണങ്ങൾ 8 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പരിപ്പ് പാത്രത്തിൽ ഒഴിച്ച് അലസി അതുകൂടി ഒഴിക്കാം.
ഇത് നല്ലപോലെ തിളച്ചു വന്നാൽ പുളി കുതിർക്കാൻ വെച്ചത് നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് പുളിവെള്ളം മാത്രം ഒഴിക്കുക. ഇതിൻ്റെ ചണ്ടി കളയുകയോ പിച്ചളപാത്രങ്ങൾ വൃത്തിയാക്കാനോ യൂസ് ചെയ്യാം. ഇനി പുളി ചേർത്ത് കഴിഞ്ഞാൽ പാത്രം മൂടി 5 മിനിറ്റ് തിളപ്പിക്കുക. പുളിയുടെ പച്ചച്ചുവ മാറി കഷ്ണങ്ങളിൽ പുളി നല്ലപോലെ പിടിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. സാമ്പാർ കൊഴുക്കന് വേണമോ അതോ വെള്ളം പോലെ വേണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സദ്യയിൽ വിളമ്പാൻ കുറച്ച് കൊഴുത്ത സാമ്പാറാണ് നല്ലത്. സാമ്പാറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഉപ്പ് അരിഞ്ഞതിനു ശേഷം കയ്യിൽ ലേശം സാമ്പാർ ഒഴിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമ്മൾക്ക് സാമ്പാർ താളിക്കാം. അടുപ്പിൽ നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച പാൻ തന്നെ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രം അടിക്കടി കഴുകുന്നത് ഒഴിവാക്കാം. പണി കുറയ്ക്കാനുള്ള ടിപ്സുകളാണ് ഇതെല്ലാം. പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് ചേർക്കുക. കൂടെ 2 വറ്റൽമുളക് 2ആയി മുറിച്ചത് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ഇടുക. ഇനി ഇത് ചൂടോടെ സാമ്പാറിലേക്ക് ഒഴിക്കുക. ഉടനെ ഇളക്കാതെ 10 മിനിറ്റെങ്കിലും മൂടി വയ്ക്കുക. നമ്മൾ ചേർത്ത വറവിൻ്റെ സ്വാദ് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സാമ്പാർ ഇരുന്ന് ഒന്നുകൂടി കുറുകി വരും. അതീവ രുചികരമായ പാലക്കാടൻ വറുത്തരച്ച സാമ്പാർ റെഡി. ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കൂ. നമ്മൾ സാമ്പാർ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ചാനലിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുമല്ലോ. സദ്യയിലെ താരം തന്നെയാണ് സാമ്പാർ. ഈ സാമ്പാർ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ രുചിയും. ഈ വറുത്തരച്ച സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.